വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, എൻ്റെ മക്കളെ എല്ലാവരും നമ്മൾ മാത്സിലെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു സിമ്പിൾ ഇക്വേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു തരുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു ഇക്വേഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഒരു വേരിയബിൾ എന്താണ്, ഒരു കോൺസ്റ്റന്റ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഒരു ഇക്വേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഓരോ പ്രോബ്ലംസിലേക്കൊക്കെ പോകണം. അപ്പോൾ ആ ഒരു സിമ്പിൾ ഇക്വേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം നമുക്ക് അറിയേണ്ടത്. ഇക്വേഷൻ്റെ അകത്ത് എന്താണ് വേരിയബിൾ എന്ന് നമുക്കറിയണം. അപ്പോൾ വേരിയബിൾ ഇല്ലാതെ ഒരു ഇക്വേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് കഷ്ടമാണ് അല്ലേ. അപ്പോൾ വേരിയബിൾ എന്താണ്, സാധാരണ വേരിയബിൾ ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ എക്സ്, എവിടുന്ന് വന്നു ഈ എക്സ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് അറിയാത്ത, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഏതോ ഒരു സംഖ്യ ഉണ്ടായിരിക്കും അല്ലേ. നമുക്കറിയില്ല, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ അതായിരിക്കും, നമുക്ക് അറിയാത്തൊരു സംഖ്യ അതായിരിക്കും. അതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ വേരിയബിൾ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ലെറ്റേഴ്സുകളാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് എക്സ് എന്ന് പറയുന്ന ലെറ്ററാണ്. എക്സ് വരാം, അല്ലെങ്കിൽ വൈ വരാം, ഇല്ലെങ്കിൽ എ വരാം, ബി വരാം. ഇതൊക്കെ വേരിയബിൾസ് ആണ്. ഒരു നമ്പറിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന ലെറ്റേഴ്സുകളാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, എക്സിൻ്റെ വാല്യൂ എന്ത്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത സംഖ്യയാണ് നമ്മൾ വേരിയബിൾ ആയിട്ട് അല്ലെങ്കിൽ എക്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇക്വേഷൻ്റെ അകത്ത് മെയിനായിട്ട് എൻ്റെ മക്കളെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ആ ഒരു ഇക്വേഷനിൽ എന്തുണ്ടായിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ കോൺസ്റ്റന്റ് വാല്യൂ, അതിനെക്കുറിച്ച് അറിയണം അല്ലേ. അപ്പോൾ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂ ആണ് കോൺസ്റ്റന്റ് വാല്യൂ. അപ്പോൾ എന്തായാലും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്ന സമയത്ത് അതിൽ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ അവസാനത്തെ രീതിയിലേക്ക് എൻ്റെ മക്കൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫിക്സ്ഡ് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫിക്സ്ഡ് വാല്യൂ ആയിരിക്കും അതിൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇത്രയും നമ്മൾ ഒരു വാരിയബിളും അതുപോലെ ഒരു കോൺസ്റ്റന്റും വെച്ചിട്ട്, സാധാരണ ഒരു വാരിയബിളും ഒരു കോൺസ്റ്റന്റും വെച്ചിട്ട് നമ്മൾ സാധാരണഗതിയിൽ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നത്, ഞാനിപ്പം 6 ആണെന്ന് വിചാരിക്കാം, വേരിയബിൾ ഞാൻ എക്സ് ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ x+6 എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ഫോം ചെയ്തത് എന്താണ്, ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ വിളിക്കുക, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്തേ, ഒരു വേരിയബിളിനെയും ഒരു കോൺസ്റ്റന്റിനെയും ഇവിടെ ആഡ് ചെയ്തു. ആഡ് ചെയ്യാം, എനിക്ക് സബ്സ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം, ഏത് ഓപ്പറേഷൻസ് വേണമെങ്കിലും കൊടുക്കാം. അപ്പം എനിക്കിവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ എക്സ് എടുക്കുന്നതിന് പകരം വൈ എന്ന് പറഞ്ഞ വേരിയബിളാണ് ചൂസ് ചെയ്തത്. അപ്പോൾ വൈയും അതുപോലെ എൻ്റെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ, കോൺസ്റ്റന്റ് ഫിക്സ്ഡ് വാല്യൂ ഞാൻ 8 ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ y -8. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഒരു വേരിയബിളും അതുപോലെ ഒരു കോൺസ്റ്റന്റും തമ്മിൽ ഒരു ഓപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തു ഇല്ലേ. ഇവിടെ സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷനാണ് കൊടുത്തത്, നേരത്തെ ഞാനിവിടെ അഡിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനാണ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമ്മൾ എന്താണ്, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓൾജിബ്രായിക് എക്സ്പ്രഷനൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇക്വേഷൻ എന്ന് പറയുക ഇല്ലേ. ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിൽ ഒരാളും ഉണ്ടാവും, റൈറ്റ് സൈഡിൽ ഒരാളും ഉണ്ടായിരിക്കും ഇല്ലേ. നിങ്ങൾ കാണുന്നതാണ് ഇക്വേഷൻ. ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം x+10 = 20 എന്നെടുത്തു എന്ന് വിചാരിക്കാം. x+10 = 20. അപ്പം നോക്കണേ, ഇവിടെ ഞാൻ ഈക്വൽ സൈൻ ഇടുകയാണെങ്കിൽ അവിടെ എന്ത് ഫോമായി, ഒരു ഇക്വേഷൻ ഫോമായി ഇല്ലേ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ട്, റൈറ്റ് സൈഡിലും എനിക്കൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ വരാം. ഇല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആവാം, ഏതുമാവാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ രണ്ട് കോൺസ്റ്റന്റുകൾ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം, ഒരു വേരിയബിളും ഇപ്പുറത്തെ ഭാഗത്ത് ഒരു കോൺസ്റ്റന്റും ആയിരിക്കാം ഇല്ലേ. ആ ഒരു രീതിയിൽ
ഒരു ഈക്വൽ ടു യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ അതുപാടി തന്നെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇക്വേഷൻ്റെ ബേസിക് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം വേരിയബിൾ എന്താണെന്ന് അറിയണം, ഒരു കോൺസ്റ്റന്റ് എന്താണെന്ന് അറിയണം ഇല്ലേ. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷനായിട്ട് നമ്മൾ എഴുതുന്നത് അല്ലേ. ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ടാവുന്ന ആ രണ്ട് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഈക്വൽ ടു വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈക്വൽ ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും എന്തുണ്ടായിരിക്കും, ഒരു റിലേഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അല്ല, എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കും. അത് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരിക്കും അല്ലേ. ഒരു ക്വസ്റ്റ്യനിൽ ഒരു ബന്ധം കൊടുത്തിട്ടല്ലേ നമ്മളോട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നേ. ഒരു പക്ഷേ ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്, ഇൻ ആൻ ഇക്വേഷൻ ദർ ഈസ് ഓൾവേസ് ഇക്വാലിറ്റി സൈൻ ഉണ്ടായിരിക്കും അല്ലേ. ഇക്വാലിറ്റി സൈൻ ഉണ്ടാവും ഇക്വേഷനിൽ. അതുപോലെ എന്താ പറഞ്ഞത്, ദ ഇക്വാലിറ്റി സൈൻ ഷോസ് ദാറ്റ് ദ വാല്യൂ ഓഫ് എക്സ്പ്രഷൻ ഇൻ ലെഫ്റ്റ് സൈൻ അല്ലേ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ LHS എന്ന് പറയുന്നത് കേട്ടോ. ലെഫ്റ്റ് സൈഡിലുള്ളതിനാണ് LHS എന്ന് പറയുന്നത്. നെക്സ്റ്റോ ഈക്വൽ ടു വാല്യൂ ഓഫ് എക്സ്പ്രഷൻ ഇൻ റൈറ്റ് സൈഡ് അല്ലേ. അപ്പം ഇവിടെ റൈറ്റ് സൈഡിൽ ഉണ്ടായിരിക്കും, ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരിക്കുന്ന രണ്ട് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ ഒരു വേരിയബിളും ഒരു കോൺസ്റ്റന്റിനെയും ആവാം. അതിന് രണ്ടിനെയും ഈക്വൽ സൈൻ ഇട്ടിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ ഒരു ഇക്വേഷൻ എന്താണ് എന്ന് ആദ്യം എൻ്റെ മക്കൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സിമ്പിൾ ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഓരോ പ്രോബ്ലവും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഇനി ഓരോ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് പോകണം. അപ്പോൾ ഇവിടെ വെച്ച് മിസ് നിർത്തുന്നില്ല, ഇനിയും നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.